എൻ്റെ ചുവട്ടിൽ മുത്തങ്ങാപ്പുല്ലുണ്ടായി നിൽപ്പുണ്ട്. മുത്തങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവോ? ഇതൊരു ഔഷധ ചെടിയാണ് കേട്ടോ. പുല്ല് വർഗ്ഗത്തിൽപ്പെട്ടതാണെങ്കിലും ഇതുകൊണ്ട് ചുവട്ടിൽ കിഴങ്ങുണ്ട്. ഈ കിഴങ്ങ് പാലിനകത്തിട്ട് കാച്ചി കുട്ടികൾക്ക് വയറുനോവും ഛർദിയൊക്കെ വരുമ്പം കൊടുത്തുകൊണ്ടിരുന്നതാണ് പണ്ട്. അന്ന് എന്നാ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗ്രേപ്പ് വാട്ടറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യുന്നത്. അതിനു മുമ്പ് ഒരിക്കലും അതിശയം തോന്നിയിട്ടുണ്ട് ഈ മുത്തങ്ങാപ്പുല്ല്. ആടിനെ വളർത്തിയപ്പം ഇപ്പം ഇല്ല എനിക്ക് ആടുണ്ടായിരുന്ന കാലത്ത് ഞാനിങ്ങനെ ആടിനെ അഴിച്ചാൽ അത് ഈ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ കാലത്ത് പ്ലാവിൻ ചോട്ടിക്കൂടെ പോയി ചക്കപ്പഴം ചക്കക്കുരുവൊക്കെ തിന്നും. എന്നിട്ട് അതിന് വയറിളക്കം പിടിക്കും. വയറിളക്കം പിടിച്ചു കഴിഞ്ഞാൽ ആടിനെ വെറുതെ അങ്ങ് അഴിച്ചു കിട്ടാം. അത് ഒന്നും തിന്നാതെ നടക്കുമായിരിക്കും. പക്ഷെ അത് പറമ്പിക്കുളം നടന്ന് പ്ലാവലയുടെ പെറുക്കി അതിൻ്റെ പഴുത്ത പ്ലാവലയുടെ മുത്തങ്ങാപ്പുല്ല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിന്ന് 2 ദിവസം നടക്കും. അത് കഴിയുമ്പോൾ അതിൻ്റെ അസുഖം തന്നെ പൊക്കോളും. അതിന് വയറ്റിത്തണ്ണം വരുമ്പോൾ അതിന് എന്നാ ചെയ്യേണ്ടതെന്നുള്ള മരുന്നും ആടിന് തന്നെ അറിയാം. അങ്ങനെ ഞാൻ അന്ന് അതിശയം ഓർത്തിട്ടുണ്ട് ആടിൻ്റെ കാര്യത്തിന്. ഈ മുത്തങ്ങാപ്പുല്ല് പറമ്പിക്കൂടെ നടന്ന് തേടി പിടിച്ച് തിന്നും. അതുപോലെ വേറൊരു നൂല് പോലെ നല്ല ബലമുള്ള മാട്ടേക്കൂടെയൊക്കെ ഉണ്ടാകുന്ന അതും ഔഷധച്ചെടിയായിരിക്കും, അത് തിന്നും. അല്ലാതെ വേറെ ഒരു പള്ളി ഒന്നും തിന്നിയല്ലായിരുന്നു. പിന്നെ ഇത് കുഞ്ഞു പിള്ളേർക്ക് ഉണ്ടായി 1-2 മാസമൊക്കെ ആയി പിള്ളേർക്ക് വയറുവേദനയൊക്കെ എടുത്ത് കരയുമ്പം ഈ വയറുനോവായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ മുത്തങ്ങാപ്പുല്ലിൻ്റെ ചുവട്ടിലെ കിഴങ്ങെടുത്ത് തൊലി കളഞ്ഞ് കഴുകി പാലിലിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കും. പാലോളം വെള്ളം ഒഴിച്ച് ഇത് വിട്ട് തിളപ്പിച്ച് കാച്ചിക്കുറുക്കി പിള്ളേർക്ക് ഔഷധമായിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അറിയാൻ മേലാത്തവർക്കായിട്ട് ഈ മുത്തങ്ങാപ്പുല്ല് ഞാനൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പം ഓക്കെ, ബൈ.